ഹായ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ഏട്ടന് നല്ലൊരു പണി കൊടുത്തു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ എൻ്റെ ഒരു ഷൂ ഒക്കെ കുറച്ചായിട്ട് ഇടാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാനാണെങ്കിലോ ഇന്നാൾ യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ ഷൂ വൃത്തിയാക്കുന്ന ഒരു സ്പ്രേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിയിട്ട് ഏട്ടനോട് ഞാൻ ഒന്ന് പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതൊക്കെ അടിച്ചു വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴാണെങ്കിലോ ഷൂ പുത്തൻ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്റ്റൊക്കെ ടാഗ് ചെയ്യട്ടോ, വേണ്ടവർക്ക് വാങ്ങാൻ. എന്താ വെച്ചാൽ അത്രയും നല്ല പ്രൊഡക്റ്റാണ്. എൻ്റെ ഷൂ അത്രയും ചെളി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് നല്ലോണം നീറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിശന്നപ്പോൾ ദോശ കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്കാണെങ്കിലോ മസാല ദോശ കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഒന്നുമല്ല, നീര് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു പോലെ തോന്നിയപ്പോൾ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും നല്ല ചൂട് ചായയൊക്കെ കഴിച്ചു. എനിക്കെന്തോ ഈ സമയത്ത് മസാല ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വരണ വഴിക്ക് ഏട്ടൻ പറഞ്ഞു കരിക്കും കൂടി കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പെറ്റണ ദിവസമൊക്കെ നമ്മൾ കരിക്കിപ്പോൾ കുടിക്കാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയി വരണ വഴിക്ക് ഏട്ടൻ അപ്പം തന്നെ എനിക്ക് വാങ്ങി തരും. അപ്പോൾ ഞാൻ പറയണം എനിക്ക് വയറ് നിറഞ്ഞിരിക്കാൻ കഴിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് കഴിഞ്ഞ് വന്നിട്ട് ഏട്ടൻ എന്താ എൻ്റെ കാലൊക്കെ അമർത്തി തരാണ് കേട്ടോ. അത് വീഡിയോന് വേണ്ടി എടുത്തതൊന്നുമല്ല, സാധാരണ ഇപ്പോൾ എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ്. കാല് വേദന മസിൽ വേദനയൊക്കെയാണ് ഏട്ടൻ അമർത്തി തരുന്നത്. അത് കഴിഞ്ഞ് വന്ന് പീനട്ട് ബട്ടറും ബ്രെഡൊക്കെ കഴിച്ച് പിന്നെ അതാ എൻ്റെ വെയിറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് ഈ തല താട്ടിയ ഏട്ടനോട് ഞാൻ പറയണത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഏട്ടനും വെയിറ്റ് നോക്കിയിട്ട് ഏട്ടൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചാലും വെയിറ്റ് ഒന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.